ഈ തവണത്തെ പോളിംഗിന്റെ ഒരു വലിയ സവിശേഷത പൊതുവെ നമ്മുടെ ചാനലിൽ വരുന്ന രാഷ്ട്രതന്ത്ര വിദഗ്ധരോ അല്ലെങ്കിൽ നിരീക്ഷകരോ ഒന്നും മനസ്സിലാക്കാത്തത് ഈ SIR ശേഷം ഈ പോളിംഗിന്റെ കണക്കിൽ വലിയ തരത്തിലുള്ള അതിനെ പ്രശ്നവൽക്കരിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇപ്പൊ VD സതീശന്റെ നേതൃത്വപരമായിട്ടുള്ള ഇത് കൂടുതലും നമ്മൾ ടെലിവിഷനിൽ കണ്ടുപരിചയിച്ചിട്ടേ ഉള്ളൂ. അത് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താനല്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു പൊസിഷനിൽ അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹം ഒരു MLA എത്രമാത്രം ആകർഷിച്ചിട്ടുണ്ട് നമുക്കറിയില്ല. കേരളത്തിൽ ഇന്നലെ തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചു. ഇനി ഫലമറിയാൻ മെയ് 4 വരെ കാത്തിരിക്കണം. അതിനിടയിൽ ഇന്നലെ പുറത്തു വന്ന പോളിംഗ് കണക്കുകൾ വെച്ച് LDFും UDFും BJPയും ഒപ്പം കണക്കുകൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പോളിംഗ് ശതമാനം ഉയർന്നതുകൊണ്ട് ആർക്കാണ് പ്രയോജനമുണ്ടത്? ആരാണ് കേരളത്തിൽ 10 വർഷത്തിന് ശേഷം ഭരണം കൈയാളാൻ പോകുന്നത്? ആരെയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? അതിൻ്റെ എന്തെങ്കിലും സൂചനകൾ ഇന്നലെ പുറത്തു വന്ന പോളിംഗ് കണക്കുകളിലും ട്രെൻഡുകളിലും നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാൻ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ MG രാധാകൃഷ്ണനുണ്ട്. സാർ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 വർഷത്തെ LDF ഭരണത്തിന് ശേഷമാണ് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഭരണം തുടരുമെന്നും ഭരണം പിടിക്കുമെന്നുള്ള അവകാശവാദങ്ങൾ LDFും UDFും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. ഏതെങ്കിലും 2 സീറ്റുകളെങ്കിലും ഉറപ്പാണെന്നും ഒരുപക്ഷെ 5 സീറ്റുകൾ വരെ പിടിക്കുമെന്നുള്ള അവകാശവാദമാണ് BJPക്കുള്ളത്. പോളിംഗ് ശതമാനത്തിൻ്റെ വലിയ ഉയർച്ച, വലുതെന്ന് പറഞ്ഞാൽ ഇതുവരെ ലഭ്യമായ കണക്കനുസരിച്ചിട്ട് ഏകദേശം 78% കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 3% വർധനയുണ്ടായിട്ടുണ്ട്. അത് ഏതെങ്കിലും ട്രെൻഡുകളുടെ ഒരു സൂചനയായി നമുക്ക് കണക്കാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. പക്ഷെ പോളിംഗ് കണക്കെടുപ്പ് ഫലവും തമ്മിലുള്ള ബന്ധം വാസ്തവത്തിൽ ഇല്ലാതായിട്ട്, അതായത് പ്രത്യേകിച്ചും പ്രകടമായ ഒരു ബന്ധം ഇല്ലാതായിട്ട് കേരളത്തിൽ കുറെ കാലമായി. ഉന്നതമായ വലിയ പോളിംഗ് നടക്കുമ്പോൾ 2 മുന്നണികളും തോറ്റിട്ടുണ്ട്, 2 മുന്നണികളും പരാജയപ്പെട്ടിട്ടുണ്ട്. നിലവിലുള്ള സർക്കാരുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്, ഭരണവിരുദ്ധം വന്നിട്ടുണ്ട്, ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായിട്ടും ചിലപ്പോഴെങ്കിലും ചുരുക്കം. കാരണം ഭരണ തുടർച്ച എന്നൊരു പരിപാടി നമ്മുടെ നാട്ടിൽ വളരെ ഇല്ലാതിരുന്നത് കൊണ്ട് നമുക്ക് അതിനെ ഒരു വലിയ ഘടകമായിട്ട് ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമോ പ്രതികൂലമോ എന്ന് പറയാനുള്ള നമ്മുടെ മുമ്പിൽ ചരിത്രത്തിന് അതിനുള്ള സംഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അത് പറയാൻ വയ്യ. പക്ഷേ ഈ 2 മുന്നണികളും വലിയ പോളിംഗ് ഉള്ളപ്പോൾ 2 മുന്നണി മുമ്പൊക്കെ ഒരു ധാരണയുണ്ട്, വലിയ പോളിംഗ് ഉള്ളപ്പോൾ അത് UDF കോൺഗ്രസിനെ സഹായിക്കും. പക്ഷെ കേരളത്തിൽ ഈ കഴിഞ്ഞ ഇപ്പൊ മുതലല്ല, ഇപ്പോ വളരെ കാലം മുമ്പ് മുതലെടുക്കുകയാണെങ്കിലും ഇതിങ്ങനെ ഇന്നിപ്പോ 82 മുതലുള്ള കണക്കുകളെല്ലാം വന്നിട്ടുണ്ട്. 82 മുതലുള്ള കണക്കുകളിൽ എല്ലാ 2 മുന്നണികളെയും മാറി മാറി സഹായിച്ചിട്ടുണ്ട് പോളിംഗ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഭരണവിരുദ്ധ വികാരമാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണി ഇടതുപക്ഷത്തിന് അനുകൂലമോ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ തുടർച്ചയ്ക്ക് അനുകൂലമോ ആയ ഒരു തരംഗമുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള പണി നമ്മൾക്കിപ്പോ ഈ മാധ്യമപ്രവർത്തകർക്കും നിരീക്ഷകർക്കും ഇതാണ് പ്രധാന പണി എന്നുള്ളതുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ വാദിക്കാം എന്നുള്ളതല്ലാതെ വാസ്തവത്തിൽ അതിനൊരു ഒരു ഒരു തെളിവിന്റെ പിൻബലമുള്ള ഒരു നിഗമനമോ നിരീക്ഷണമോ പോളിംഗിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെക്കൊണ്ട് എന്തായാലും എനിക്കതിനുള്ള ഈ പറഞ്ഞ പോലെ ഒരു ദിവ്യദൃഷ്ടിയൊന്നുമില്ല അത് കണ്ടുപിടിക്കാൻ. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ പോളിംഗ് കണക്കില്, ഇത്തവണത്തെ പോളിംഗ് കണക്ക് നമ്മൾ വളരെ വലിയ പോളിംഗ് ആണെന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ അത്ര വലുതല്ല. നമുക്കിപ്പോ 80 ഒക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ നമ്മളോടൊപ്പം നടന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇപ്പൊ കേരളത്തിലെ പറ്റി പറയുന്നത് കേരളം വലിയ പ്രബുദ്ധതായിട്ടുള്ള അല്ലെങ്കിൽ സാക്ഷര സമൂഹമായതുകൊണ്ട് ഇവിടെ എപ്പോഴും രാഷ്ട്രീയ പ്രബുദ്ധതയും രാഷ്ട്രീയ തിരിച്ചറിവും ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ പോളിംഗ്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടെന്ന് മാത്രമല്ല, ഇന്നലെ നമ്മളോടൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന ആസാമിലും പുതുച്ചേരിയിലും നമ്മളെക്കാട്ടിലും മുകളിലാണ് അവിടുത്തെ. ആസാമിൽ 84% കൂടുതലാണ്, ആസാമിൽ 80, പുതുച്ചേരിയിലും കൂടുതലാണ്. അപ്പൊ ആ തിയറി ഒക്കെ കാലഹരണപ്പെട്ടിരിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ ഈ തവണത്തെ പോളിംഗിന്റെ ഒരു വലിയ സവിശേഷത പൊതുവെ നമ്മുടെ ചാനലിൽ വരുന്ന രാഷ്ട്രതന്ത്ര വിദഗ്ധരോ അല്ലെങ്കിൽ നിരീക്ഷകരോ ഒന്നും മനസ്സിലാക്കാത്തത് ഈ SIR ശേഷം ഈ പോളിംഗിന്റെ കണക്കിൽ വലിയ തരത്തിലുള്ള അതിനെ പ്രശ്നവൽക്കരിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം ഏതാണ്ട് 8.5 ലക്ഷത്തോളം വോട്ടർമാരാണ് SIRന്റെ വന്നതോടുകൂടി നമ്മുടെ വോട്ട് 2021 നിന്ന്
അല്ലെങ്കിൽ 2024 നിന്നും പുറത്തോട്ട് പോയിരിക്കുന്നത്. അതെ 8.5 ലക്ഷം പേര് നമ്മുടെ വോട്ടർമാരിൽ ഇല്ല. അതായത് ഇതുവരെ വോട്ട് ചെയ്തിരുന്ന 8.5 ലക്ഷം പേര് നമ്മുടെ വോട്ടർമാരുടെ ലിസ്റ്റിൽ ഇത്തവണ ഇല്ല. മാത്രമല്ല ഏറെക്കുറെ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഇപ്പോ തിരുവനന്തപുരത്തെ ഉദാഹരണമായിട്ട് എടുക്കാൻ, തിരുവനന്തപുരത്തെ 14 മണ്ഡലത്തിലെ ഏതാണ്ട് 12 മണ്ഡലങ്ങളിലും ആകെയുള്ള വോട്ട് ചെയ്തവരുടെ എണ്ണം കുറയുകയാണ് ചെയ്തത്. അതെ 2000, 3000, 4000, ചിലടത്ത് 8000 വരെ വോട്ട് കുറഞ്ഞു. അതായത് കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത അവരുടെ എണ്ണത്തിൽ നിന്ന് 7000, 8000 അല്ലെങ്കിൽ 3000, 4000 ആൾക്കാർ ഇത്തവണ വോട്ട് ചെയ്തിട്ടില്ല. അതെ അപ്പൊ പക്ഷേ ഈ അവിടെ SIR-ന് കുറഞ്ഞ ശേഷം 40,000-ലധികം വോട്ടുകൾ പല മണ്ഡലങ്ങളിൽ കുറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്, അതാ ഞാൻ പറഞ്ഞത്. ആ വോട്ട് കുറഞ്ഞത് കൊണ്ട് അപ്പൊ വാസ്തവത്തിൽ എന്താണ്, അപ്പൊ ആൾക്കാരുടെ എണ്ണം നമുക്ക് കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത അത്രയും പേര് ഇത്തവണ വോട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതെങ്ങനെയാണ് ഉന്നതമായ പോളിംഗ് എന്ന് പറയാവുന്നത്? അപ്പൊ ഉന്നതമായ പോളിംഗിനെ നമ്മൾ കുറയ്ക്കേണ്ടത് വാസ്തവത്തിൽ ഈ കുറഞ്ഞ വോട്ടുകളും കൂടെ കണക്കിലെടുത്ത് മാത്രമേ ആ കണക്ക് പിന്നെ കൂടുതൽ പേര് വോട്ട് ചെയ്തു എന്ന് കരുതാൻ കഴിയുള്ളൂ. കാരണം ശരിക്ക് ഇപ്പൊ നമുക്ക് വാസ്തവത്തിൽ അതും കൂടെ വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ, അതായത് ആകെ കുറഞ്ഞ വോട്ടുകളുടെ എണ്ണവും പോളിംഗിൽ ഉണ്ടായ വർധനയും തമ്മിൽ പരസ്പരം കണക്ക് കൂട്ടി ഓഫ്സെറ്റ് ചെയ്യുകയാണെങ്കിൽ വാസ്തവത്തിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 2021 അത്രയും പോളിംഗ് ഉണ്ടായി, അതായത് നമ്മൾ ഈ റിയൽ വേജസ്, റിയൽ വാല്യൂ, ഇൻഫ്ലേഷൻ വെച്ച് ഈ പണപ്പെരുപ്പത്തിന്റെ നിരക്ക് വെച്ചിട്ട് ഈ റുപ്പിയുടെ വാല്യൂ കണക്ക് കൂട്ടുന്ന പോലെ നോക്കുകയാണെങ്കിൽ, അത് വെച്ച് നോക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായ അത്രയും പോളിംഗ് ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിച്ചേരേണ്ടി വരും. അത് SIR-ന്റെ കണക്കനുസരിച്ച് ഞാൻ പറഞ്ഞത് മിക്കവാറും ഉള്ള മണ്ഡലങ്ങളിലൊക്കെ വലിയ BJP ഒക്കെ മത്സരിക്കുന്ന BJP ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായിട്ട് മത്സരിക്കുന്ന ഇടത്ത് പോലും അത്രയധികം പോളിംഗ് എണ്ണം, അതായത് ആബ്സല്യൂട്ട് നമ്പർ, കേവല സംഖ്യയിൽ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു 10 മണ്ഡലങ്ങളിൽ 82%-ലധികം പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. അതെ, പക്ഷെ ഇതാണ് ഞാൻ പറയുന്നത്, 82% എന്നുള്ളത് നമ്മൾ 2021 വെച്ച് നോക്കുമ്പോൾ ആകെ വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ വാസ്തവത്തിൽ കൂടുതലാണോ ഉണ്ടായിട്ടുള്ളത്? ഇപ്പൊ ഞാൻ കണ്ട ഒരു മുഴുവൻ വിശദമായി കണ്ടില്ല, ഇന്നിപ്പോ കണ്ട ഒരു കണക്ക് പറഞ്ഞത് ചില മണ്ഡലങ്ങളിൽ, അവിടുത്തെ മലബാറിലെ ചില മണ്ഡലങ്ങളിൽ ആകെ വോട്ട് ചെയ്തവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ചില മണ്ഡലങ്ങളിൽ, എല്ലാത്തിലും ഒന്നുമില്ല, ബേപ്പൂരോ അങ്ങനെ ഏതോ 1-2 മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊഴിച്ചു നിർത്തിയാൽ വാസ്തവത്തിൽ കേരളത്തിൽ ആകെ വോട്ട് ചെയ്തവരുടെ എണ്ണം 2021 അപേക്ഷിച്ച് കുറയുകയാണ് ഉണ്ടായത്. SIR കാരണം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വലിയ പോളിംഗ് എന്നുള്ള നമ്മുടെ ഒരു നിഗമനമല്ല, പൊതുവെ ഹൈ പോളിംഗ് എന്നുള്ള പെർസെന്റേജ് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ പോളിംഗിന്റെ എണ്ണം, വോട്ട് ചെയ്തവരുടെ എണ്ണം കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹൈ പോളിംഗ് ആയതുകൊണ്ട് ഭരണ തുടർച്ചയ്ക്കോ ഭരണവിരുദ്ധമോ ആയിട്ടുള്ള ഒരു വികാരം, അതിന്റെ അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടുന്നതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അത് SIR-മായി ബന്ധപ്പെട്ട് ചില ഭീതികൾ ഉണ്ടായിരുന്നു. വോട്ട് ചെയ്തില്ലെങ്കിൽ പൗരത്വം തന്നെ നഷ്ടപ്പെടുമെന്നുള്ള ചില ക്യാമ്പയിനുകൾ പലയിടത്തും നടക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടൊക്കെ ആളുകൾ പോയി വോട്ട് ചെയ്തിട്ടുണ്ട്. അതെ, എന്നാലും ഇന്നിപ്പോ വോട്ട് ചെയ്തവരുടെ എണ്ണം വന്നിട്ടുണ്ടല്ലോ പല സ്ഥലങ്ങളിലും, എല്ലാ മണ്ഡലങ്ങളിലും. അത് 2021 താരതമ്യപ്പെടുത്തി നോക്കൂ, അല്ലെങ്കിൽ 2024 താരതമ്യപ്പെടുത്തി നോക്കൂ. വാസ്തവത്തിൽ കേവല സംഖ്യ, വോട്ട് ചെയ്തവരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, ഒരു ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും വോട്ട് ചെയ്തവരുടെ എണ്ണം കുറവാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഹൈ പോളിംഗ് എന്ന് പറയുന്നത് ഈ അതായത് മറ്റേ ഇതിന്റെ ടോട്ടൽ വോളിയം ഉണ്ടല്ലോ, ആ ടോട്ടൽ വോളിയം വലുതായിട്ട് ചുരുങ്ങിയതിന് ശേഷമുള്ള പെർസെന്റേജ് ആണ്. അപ്പൊ നമുക്ക് ഈ വർധന എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു തെറ്റ്, അത് താരതമ്യ ശരിക്കും വർധന എന്ന് പറയുന്നത് കേവലാർത്ഥത്തിൽ 80% എന്ന് പറയാം. പക്ഷെ നമ്മൾ 2021 നോക്കുമ്പോൾ SIR കണക്ക് പരിശോധിക്കുമ്പോൾ ഉണ്ടാവുന്നത് ആകെ വോട്ട് ചെയ്തവരുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. അതിന് പല കാരണങ്ങൾ ഈ പറഞ്ഞ പോലെ, പലരൊക്കെ പറഞ്ഞ പോലെ ആ കാരണങ്ങൾ കൊണ്ട് വന്ന് വോട്ട് ചെയ്തവരുണ്ട്. പക്ഷെ വരാത്തത്, ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് വോട്ട് ചെയ്തിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെ. ഇത്തവണ ഈ പുതിയ പ്രശ്നങ്ങൾ കാരണം അതിനൊന്നും ആർക്കും വരാൻ കഴിഞ്ഞിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് പോളിംഗ് കണക്കുകൾ മാറ്റിവെച്ചാൽ, ഇപ്പം നമ്മൾ ഇതിന്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ ഇതിന്റെ ചർച്ച, MGR ഉൾപ്പെടെ പങ്കെടുത്ത ചർച്ചകൾ നടന്നിരുന്നു. അതിലൊരു ചില ട്രെൻഡുകൾ നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തു ആ ഘട്ടത്തിൽ. പ്രത്യേകിച്ച് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചർച്ചകളിൽ നമ്മൾ സർക്കാർ ഭരണവിരുദ്ധമായ ഒരു ട്രെൻഡ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടുവന്നും അതിൻ്റെ ഒരു തുടർച്ച ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നുള്ള ചില ചർച്ചകൾ നമ്മൾ നടത്തിയിരുന്നു. ആ പല ഘട്ടങ്ങളിലായി നമ്മൾ നടത്തിയ ചർച്ചകൾ അതെങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണാൻ കഴിയുന്നത്?
10 വർഷം അധികാരത്തിൽ, അപ്പൊ അങ്ങനെ ഒരു സ്ഥായിയായ വികാരം അങ്ങനെ ഉള്ളപ്പോൾ അതിന്ന് വളരെ അസാധാരണമായ കാരണങ്ങളാൽ 2021 LDF ഭരണത്തിലേക്ക് തിരിച്ചു വന്നു, തുടർച്ചയായി കിട്ടി എന്നുള്ളത് ഒരു അസാധാരണ സംഭവം. 77 അടിയന്തരാവസ്ഥ എന്ന, അതെ, അടിയന്തരാവസ്ഥയായിട്ട് 77 ഇതിനു മുമ്പുണ്ടായിരുന്നു. അത് രണ്ടും അസാധാരണമായ പശ്ചാത്തലങ്ങളാണ്. അപ്പൊ വാസ്തവത്തിൽ ഈ 5 വർഷം കഴിയുമ്പോൾ കേരളത്തിന്റെ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ഒരു സ്വാഭാവികമായ പ്രതികരണം ഒരു ആന്റി ഇൻകുംബൻസി അല്ലെങ്കിൽ ഭരണവിരുദ്ധ നിലപാടാണ് കേരള വോട്ടർമാരുടെ സ്ഥായിയായ ഒരു മുഖമുദ്ര. അത് അങ്ങനെ രണ്ട്. മൂന്നാമത്തെ കാരണം നേരത്തെ ഇപ്പൊ സുനിൽ പറഞ്ഞ പോലെ 2024 തെരഞ്ഞെടുപ്പിലും അതിനപ്പുറം 24 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ, ഒരിക്കലും അതൊരു കേരളത്തില് ആയിരിക്കാറില്ല. കാരണം അതിന് തൊട്ട് ശേഷം നടന്ന സമയത്തൊക്കെ നിയമസഭകളുടെ തെരഞ്ഞെടുപ്പിലൊക്കെ ഇടതുപക്ഷം ജയിച്ചിട്ടുണ്ട്. 2016, 2014 നമ്മൾ കണ്ടു, 2019 കണ്ടു, 2019 24 ഇപ്പോഴാണ് നടക്കുന്നത്. അതുകൊണ്ട് അതൊരു ഒരു ഫാക്ടറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അതിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ. അത് വാസ്തവത്തിൽ പല കാരണങ്ങളാലും വ്യത്യസ്തമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ പതിവില്ലാത്തതാണ് ഇടതുപക്ഷത്തിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാവുക. അത് സ്വാഭാവികമായിട്ടും അത് ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില വോട്ടുകളെ തന്നെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം വളരെ ശക്തമായി ഉയർത്തിയിരുന്നു. അപ്പോൾ 2024 അപേക്ഷിച്ച് അവരുടെ വോട്ട് കൂടി എന്നുള്ളത് വളരെ ശരിയാണ്. പിന്നെ ചില പഞ്ചായത്തുകളിൽ, ചില ജില്ലാ പഞ്ചായത്തുകളൊക്കെ അവർ ജയിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. എന്നാലും പതിവില്ലാതെ 2010 ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ജയിച്ച ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് വാസ്തവത്തിൽ ഇടതുപക്ഷത്തിന്റെ മേലുള്ള ഈ ഭരണവിരുദ്ധ ഇടതുപക്ഷത്തിനെതിരായി കേരളത്തിൽ ഉണ്ടാവുന്ന ഒരു ഷിഫ്റ്റിന്റെ സൂചനയാണ് എന്നുള്ളത് പിന്നെ അന്ന് നമ്മൾ ചർച്ച ചെയ്തു. അതല്ലാതെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ഏറെക്കുറെ സമാനമായിരുന്നു ഫലം. ഉപതെരഞ്ഞെടുപ്പുകൾ പലതും UDFന്റെ ശക്തമായ മണ്ഡലങ്ങളിലാണ് നടന്നത്. അതുകൊണ്ട് അതിലെ വിജയം ഒരു വലിയ എന്ന് പറയാമെങ്കിലും പൊതുവെ ട്രെൻഡ്, ഈ പ്രവണത മുഴുവൻ ഇടതുപക്ഷ വിരുദ്ധമായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ടാണ് ഡിസംബറിൽ, ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഡിസംബറിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയം അല്ലെങ്കിൽ ഉണ്ടായ തിരിച്ചടി വാസ്തവത്തിൽ ഒരു 3 മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ 3 മാസത്തും കഴിയുമ്പോൾ നടക്കുന്ന, അതായത് കഷ്ടിച്ച് 100 ദിവസം പോലും ആവുന്നതിന് മുമ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിലേക്ക് അത് തുടർച്ച ഉണ്ടാകണം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഒരു ലോജിക്, ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നത് അങ്ങനെ ഒരു നിഗമനം തന്നെയാണ്. അപ്പോൾ പക്ഷേ അതിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞതെന്ന് സംസാരിച്ചതെന്ന് വെച്ചാൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കും തോറും പ്രചരണ രംഗത്തും പൊതുവെ രംഗങ്ങളിലും പബ്ലിക് സ്പേസിൽ ഉയർന്നു വന്ന ഒരു പ്രവണതകൾ അനുസരിച്ച് നോക്കുമ്പോൾ ഒരു വലിയ പ്രകടമായ ഒരു വലിയ തരംഗം, UDF തരംഗം ഉള്ളതായിട്ട് പുറത്തു നോക്കിയാൽ അത്ര വലിയ വ്യക്തമായിരുന്നില്ല. തീർച്ചയായിട്ടും ചില അടിസ്ഥാനപരമായ ഘടകങ്ങളുണ്ട് അവിടെ. ന്യൂനപക്ഷ കേന്ദ്രീകരണമുണ്ട്, പിന്നെ പൊതുവെയുള്ള സ്ഥായിയായിട്ടുള്ള വോട്ടർമാരുടെ മടുപ്പുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിനു പുറമേ ശബരിമല മുതലായ വളരെ കത്തിപ്പടരുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും അപ്പോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു അനുമാനം ഉണ്ടാവേണ്ടത്. പക്ഷെ അറ്റ്ലീസ്റ്റ് അതിന്റെ പ്രകടമായ ഒരു വലിയ തരംഗ സൂചനകൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു നിരീക്ഷകർ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ കുറെ വർഷം കൊണ്ട് തെരഞ്ഞെടുപ്പ്, 10-40 വർഷം കൊണ്ട് തെരഞ്ഞെടുപ്പ് വിശദമായി സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അങ്ങനെ ഒരു വലിയ പ്രകടമായ ഒരു വേവ് കണ്ടില്ല. പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പ്രകടമായ വേവ് ഇല്ലെങ്കിലും നിശബ്ദമായ തരംഗങ്ങൾ ഉണ്ടാവാം. വലിയ പിന്നെ നമ്മൾ നേരിട്ട് കാണാനില്ലെങ്കിലും തരംഗങ്ങളൊക്കെ ഉണ്ടാവാം എന്നുള്ളത് ശരിയാണ്. പക്ഷെ പ്രകടമായ വേവ് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടർ എന്റെ കാഴ്ചപ്പാടിൽ അത് എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് ആ പ്രകടമായ ഒരു വേവിനെ, ഒരു തരംഗത്തിനെ ഒരു പരിധിവരെ ചെറുക്കാൻ കഴിഞ്ഞത്, അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം എങ്ങനെയാണ് ഇടതുപക്ഷം ഒരു ടാക്ടിക്കലായിട്ട്, അതായത് തന്ത്രപരമായി ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു ഘടകം കണ്ടെത്താനായത് എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ആ ജയിച്ച, അതായത് ഇപ്പോഴുള്ള MLA-മാരെ തന്നെ നിലനിർത്താൻ, മത്സരത്തെ രംഗത്തേക്ക് ഇറക്കാനുള്ള അവരുടെ തീരുമാനം പൊതുവെ ഒരു തന്ത്രപരമായി വളരെ ശരിയായിരുന്നു, അവർക്ക് അനുകൂലമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവരുടെ ക്യാമ്പയിനിൽ മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അതായത് ഒരു
ടീം എന്ന നിലയിൽ ഇത്രയും മന്ത്രിമാർ സർക്കാരിൻ്റെ മികവാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിവിധ വകുപ്പുകൾ പ്രകടിപ്പിച്ച കേരളത്തിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, വികസന പദ്ധതികൾ. പക്ഷേ പ്രചാരണ രംഗത്ത് വന്നപ്പോൾ മുഖ്യമന്ത്രിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ ഹോർഡിങ്ങുകളും മറ്റ് മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ ഘടകകക്ഷി നേതാക്കന്മാരുടെയോ ചിത്രങ്ങൾ പോലും ഇല്ലാത്തൊരു ക്യാമ്പയിൻ മോഡാണ് അവർ സ്വീകരിച്ചത്. അത് ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി മാറുമോ എന്നുള്ളൊരു വിഷയമുണ്ട്. അത് തീർച്ചയായിട്ടും സംസ്ഥാന തലത്തിലുള്ള അവരുടെ പ്രചരണത്തിന്റെ മുമ്പിലെല്ലാം ഈ പിണറായി മയമായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം കൂടെ കുറച്ചും കൂടെ വിശദീകരിച്ചിട്ട്, അതായത് ആ നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ ഈ MLA-മാർ ഈ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഉണ്ടാകാമായിരുന്ന ഭരണവിരുദ്ധ വികാരത്തെ അവരുടെ ഈ നിലവിലുള്ള ഇടതുപക്ഷ MLA-മാരുടെ മണ്ഡലങ്ങളിൽ അവർക്ക് തുടർച്ചയായി ഉണ്ടായിരുന്ന ഒരു സമ്മതിയുണ്ട്, ഒരു സമ്മതി. ആ സമ്മതി കൊണ്ടാണ് അവരതിനെ മറികടക്കാൻ, അതിനെ ചെറുക്കാൻ അവർക്കൊരു പരിധി വരെ കഴിഞ്ഞത്. അതുകൊണ്ട് തരംഗത്തിന് എതിരായിട്ട് നിന്ന, അതായത് സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ വന്നതിന് ശേഷം പിന്നെ ഈ UDF-ൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയും MLA-മാരാവുന്നതിനെ ചൊല്ലിയും ഒക്കെയുള്ള ചില തർക്കങ്ങളും ഒക്കെ ഉണ്ടായത് ഒരു ഘടകം. രണ്ടാമത്തെ ഘടകം, ഇവർക്ക് ഈ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തതിൽ ജയിച്ച MLA-മാരെ തന്നെ ഇടതുപക്ഷം വീണ്ടും നിയോഗിച്ചതും. ഇത് രണ്ട് ഘടകമാണ് ഈ തരംഗത്തിനെ ഒരു പരിധി വരെയെങ്കിലും അവർ ചെറുക്കാൻ അവരെ സഹായിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പിണറായി വിജയന്റെ അത് തീർച്ചയായിട്ടും അതില് പ്ലസും മൈനസും ഈ ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പിണറായി വിജയനെ പറ്റി പലതരത്തിലുള്ള വിമർശനം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നമ്മളെല്ലാം വളരെ ശക്തമായി പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അത് വളരെ പല കാരണങ്ങളാലും അത് വളരെ അർഹിക്കുന്ന വിമർശനമാണെന്നാണ് കരുതപ്പെടുന്നതെങ്കിലും വാസ്തവത്തിൽ കേരളത്തിൽ ഇപ്പോഴും ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് ഈ പിണറായി വിജയൻ ഇപ്പോഴും ഒരു ആരാധ്യ പുരുഷൻ തന്നെയാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ശക്തനായ നേതാവാണ്. ഈ ശക്തനായ നേതാക്കന്മാർക്ക് അതിനോട് വലിയ അനുഭാവവും ആഭിമുഖ്യവും തോന്നുന്ന ഒരു കാലഘട്ടമാണിത് ലോകമാകെ. കേരളത്തിലും ഇങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ വലിയ അതിശക്തനായ, അപ്പൊ അവരുടെ സ്വേച്ഛാധികാര സ്വഭാവം അവർക്കുണ്ടായിരിക്കെ തന്നെ അവരിൽ ഒരു വലിയ ശക്തനായ ഒരു മേധാശക്തിയുള്ള, കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന രീതിയിൽ ഉള്ള ഒരു ആരാധനാ മനോഭാവം ലോകം മുഴുവൻ ഈ കാലഘട്ടത്തിൽ കാണുന്നത് പോലെ കേരളത്തിലുമുണ്ട്. അപ്പോ ഈ അതേ സമയത്ത് ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു മനുഷ്യനിൽ മാത്രം തൂങ്ങി നിൽക്കുന്നുകൊണ്ടുള്ള, ഒരു മനുഷ്യനിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു പാർട്ടിയുടെ നിലനിൽപ്പും ഒരു മുന്നണിയുടെ നിലനിൽപ്പും തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകമാകുന്നതും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനത്തിന്റെ വലിയ ദൗർബല്യങ്ങളിലേക്കുള്ള സൂചനയാണ് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു വോട്ട് ക്യാച്ചർ എന്ന നിലയിൽ ജനങ്ങളിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു നേതാവ്, അപ്പൊ ജനങ്ങളിൽ ഇത്രയും സ്വാധീനമുള്ള നേതാക്കൾ ഇല്ല എന്നുള്ള ദൗർബല്യം ഇടതുപക്ഷത്തിന് ഉണ്ടായിരിക്കെ തന്നെ ഈ ഒരു നേതാവ് ഒരു പ്രധാനപ്പെട്ട വോട്ട് ക്യാച്ചറായി നിലനിൽക്കുന്നു. ഒന്നുമല്ലെങ്കിൽ ഈ ഷോർട്ട് ടേമിലെങ്കിലും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് നേരിടാനെങ്കിലും ഇദ്ദേഹത്തിനെ ആണ് മുൻപിൽ നിർത്തേണ്ടത് എന്ന ഒരു തോന്നൽ നേരിട്ട ഒരു മുഖ്യമന്ത്രി കൂടി എന്ന ഒരു ഇമേജ് കൂടി. അതെ, ആ പല അർത്ഥത്തിലും എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടു. ആ പ്രതിസന്ധികൾക്കിടയിലും കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോയി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ ക്യാപ്റ്റനാണെന്നും നായകനാണെന്നും ഒക്കെയുള്ള അതൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായ ചില ഘടകങ്ങളുണ്ട്. അപ്പൊ ആ ഘടകങ്ങളെ ആശ്രയിച്ച് ആയിരുന്നു അവരുടെ പ്രചരണം എന്നുള്ളത് അവർക്ക് സ്വാഭാവികമായിട്ടും അതൊരു ഒരു വശത്ത് അവർക്ക് അടിയന്തരമായ ചില ശക്തികളിലേക്ക് സൂചിപ്പിക്കുന്നെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ അതൊരു ദൗർബല്യമാണെന്നുള്ള സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. ടീമിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പം മറുവശത്ത് പ്രതിപക്ഷം ഒരു ടീം, അതാണ് ആ ടീമിനെ, അതെ, ആ ടീമില്ല, ഒരു രണ്ടാം നിര നേതൃത്വം ഇതുവരെ നമുക്ക് മുമ്പിൽ വന്നിട്ടില്ല. പക്ഷെ തൽക്കാലത്തേക്കെങ്കിലും അതാണ് ഒരു വോട്ട് കാച്ചിങ് ആയിട്ടുള്ള ഘടകമായിട്ട്. ഇപ്പൊ നമ്മൾ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇന്ദിരാഗാന്ധി എന്ന ഒരൊറ്റ നേതാവിനെ ആശ്രയിച്ചാണ് 67 മുതൽ 77 അടിയന്തരാവസ്ഥ കാലം വരെയും അതിനുശേഷം 80-കൾക്ക് ശേഷം അവർ വീണ്ടും വന്നതെല്ലാം ഒരൊറ്റ നേതാവിനെ ആശ്രയിച്ചാണ്. ഇന്ത്യയാണ് ഇന്ദിര എന്നുള്ള മുദ്രാവാക്യമൊക്കെ ഉയർന്നിരുന്നത്. അതാണ്. അപ്പൊ പക്ഷെ അത് തന്നെയല്ലേ അവരുടെ പ്രസിദ്ധിയിലേക്ക് ചാടിച്ചതും, അവർക്ക് പുറത്ത് പോകാൻ കാരണമായി.
അതെ അതെ, അതാണ്. മാത്രമല്ല അവര് ദുർബലമാവാൻ കാരണമായെന്ന് മാത്രമല്ല, അതൊരു അതെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധികാരത്തിലേക്ക് അത് നയിക്കുകയും ചെയ്തു. പക്ഷേ ഈ വോട്ട് ക്യാച്ചിങ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതായത് അതെ നമുക്കിപ്പോ അടിയന്തരാവസ്ഥ കാലത്തെ എല്ലാ കെടുതികളും കണ്ട ഈ ഒരു പിന്നെ നേതാവിൽ നിന്നാണ് ഈ കെടുതികളുടെ കഥ. ഒരേ ഒരു ആളുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി അവരാണെന്ന് അറിഞ്ഞിട്ടും 77 കഴിഞ്ഞ് 80 കാണുന്ന അവരുടെ തിരിച്ചുവരവാണ്. അതെ നമ്മള് അപ്പോ നമ്മൾ ഈ ഇപ്പൊ ഇടത്തരക്കാരോ അല്ലെങ്കിൽ ബുദ്ധിജീവികളോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരും കാണുന്ന പോലെ മാത്രമല്ല ജനങ്ങൾ ഇതുപോലെയുള്ള നേതാക്കന്മാരെ അതെ കാണുന്നത്. ഈ കൾട്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇടതുപക്ഷത്തിൽ ഇത് പതിവില്ലായിരുന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇപ്പൊ നരേന്ദ്രമോദി അത് വ്യത്യാസം. തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി അത് തന്നെയാണ്. നരേന്ദ്രമോദി അതാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇപ്പൊ തുർക്കിയിൽ നമ്മൾ കാണുന്നു, ഹംഗറിയിൽ അതെ കാണുന്നു, പോളണ്ടിൽ കാണുന്നു, അതെ ബ്രസീലിൽ കാണുന്നു, അമേരിക്കയിൽ കാണുന്നു. ഇതെല്ലാം അത് ഇന്നത്തെ കാലത്തെ ഒരു അതെ അതെ സവിശേഷമായിട്ടുള്ള അതെ ഒരു അതെ ആരാധന, അന്നത്തെ ആ, പോലെയല്ല. അല്ലല്ല പക്ഷെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള ഇതൊരു വളരെ പുതിയ കാര്യമാണ്. ഇടതുപക്ഷത്ത് ഇപ്പൊ പക്ഷെ ഞാൻ വാസ്തവത്തിൽ പറയുന്നത് വി എസ് അച്യുതാനന്ദന്റെ കാലം മുതൽ ഈ കൾട്ട് സ്വഭാവം, തുടങ്ങിയിരുന്നു. അതെ അതായത് ഒരു വിഗ്രഹവൽക്കരണം എന്ന് പറയുന്നത് അതെ നമ്മൾ അതെ കാണുന്നുണ്ട്. ഇപ്പൊ EMSനെയൊക്കെ നമ്മള് വലിയ വിഗ്രഹമായിട്ടൊക്കെ ഇവിടെ ഇടതുപക്ഷം കരുതുന്നെങ്കിലും ഈ അതിശക്തമായ വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും പോളിറ്റ് അതെ ബ്യൂറോ കേന്ദ്ര നേതൃത്വത്തെങ്കിലും ഉണ്ടാകും. പക്ഷെ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ പല കാരണങ്ങൾ കൊണ്ടും പിണറായി വിജയൻ ഒരു ഏകനായകനായിട്ട് പ്രസ്ഥാനത്തിലും പാർട്ടിയിലും ഒക്കെ വന്നിരിക്കുകയാണ്. കാരണം അതെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിക്കകത്ത് പോലും അദ്ദേഹം ഒരു അപ്രമാദിത്വം ഉള്ള ഒരു നേതാവാൻ കാരണം, പ്രത്യേകിച്ച് അതൊരു ദൗർബല്യത്തിന്റെ ലക്ഷണമാണ്. കാരണം മറ്റെല്ലാ സ്ഥലത്തും നഷ്ടപ്പെട്ട ഇടത് സ്വാധീനം ബാക്കി നിൽക്കുന്ന അവസാനത്തെ തുരുത്തിന്റെ രക്ഷകൻ, കാവലാൾ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അപ്രമാദിത്വം പോളിറ്റ് ബ്യൂറോയിൽ പോലും ഉണ്ട്. അതെ ആ അപ്പോ ഏക നേതാവിനൊക്കെ അപ്പോ എതിരിച്ചുള്ള ക്യാമ്പയിൻ ഗുണമാണോ ദോഷമാണോ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയതെന്ന് നമുക്ക് ഫലം പുറത്തു അതങ്ങനെ വന്നാലേ അറിയാൻ ഞാൻ പറ്റും. പറഞ്ഞ രണ്ടുമുണ്ടെന്നാണ് പറയുന്നത്. അതെ അതെ ഗുണം തീർച്ചയായിട്ടും അവർക്കുണ്ട്. അപ്പൊ ഗുണത്തെക്കാളിലുമാണോ ദോഷമാണോ അതോ അത് തിരിച്ചാണോ എന്നുള്ളത് മാത്രമേ നമുക്ക് കാണാനുള്ളൂ. കാരണം ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിനെ അതെ ആശ്രയിക്കേണ്ട, അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നായകനായിട്ട് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയാറുണ്ട്. നിങ്ങൾ രാഹുൽ ഗാന്ധി എത്ര കഴിവുകെട്ട നേതാവാണെന്ന് പലതവണ തെളിയിക്കപ്പെട്ടു എന്നുള്ളതിന് സംശയമില്ല. അതെ നിരന്തരം കോൺഗ്രസിന്റെ തോൽവികളുടെ പ്രധാന ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഇല്ലാതായാൽ പാർട്ടി ചെതറിപ്പോവും, ഛിന്ന അതെ ഭിന്നമായി പോകും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഭയം ഈ പിന്നെ കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പിന്നെ BJP-യുടെ അപകടം തിരിച്ചറിയുന്ന മനുഷ്യർക്ക് പോലും ഉണ്ട്. അതെ അതെ അതുകൊണ്ട് ഇന്നിപ്പോ ഇടതുപക്ഷത്തിലെ പിണറായി വിജയൻ ഇല്ലാത്ത ഒരു CPM അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷം ദുർബലമായി പോകുമോ, തകർന്നു പോകുമോ എന്നൊരു ഭയത്തിന് പ്രസക്തി തീരെ ഇല്ലാതില്ല. അതെ അപ്പോ തീർച്ചയായിട്ടും തൽക്കാലത്തേക്കെങ്കിലും ഇന്ന് ഇടതുപക്ഷത്തിന്റെ, അതുകൊണ്ടാണ് അദ്ദേഹം ശക്തിയും ബാധ്യതയും അദ്ദേഹം തന്നെയാണെന്ന് പറയാൻ കാരണം. ശക്തി തീർച്ചയായിട്ടും അദ്ദേഹം ഒരു വളരെ അതെ വലിയ അതെ അതെ അങ്ങനെ വോട്ട് ക്യാച്ച്, നമുക്ക് ആരെ മുമ്പിൽ നിർത്താൻ പറ്റും, അതെ പകരം ആലോചിച്ച് നോക്കൂ. അപ്പൊ ടീമാണ് വേണ്ടത്. പക്ഷെ ടീമിന്റെ ആ രീതികളിൽ നിന്ന് നമ്മൾ വളരെയധികം മാറിപ്പോയിരിക്കുന്നു. അങ്ങനെ രീതികൾ ഈ നായകനിലെ ആശ്രയിച്ച് ഈ പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള ലീഡർമാരെ ആശ്രയിച്ച് സമൂഹം മാറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള പ്രചരണം കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്, അതിന് ദോഷവും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരാള് മാത്രം, ഞാനല്ലാതെ ഇപ്പൊ അതെ LDF അല്ലാതെ മറ്റാരുണ്ട് മറ്റാരുണ്ട് എന്നുള്ളത്, അത് ശരിക്കും വാസ്തവത്തിൽ ഞാനല്ലാതെ പിണറായി അല്ലാതെ മറ്റാരുണ്ടെന്നുള്ളത്. മറ്റാരുണ്ട് അതെ 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 ആ എന്നൊരു ആ ചോദ്യം പടങ്ങൾ കൂടി പോലെയാണ് കാണുമ്പോൾ അങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്. ആ ചോദ്യത്തിന്റെ എന്താ പറയാ മറഞ്ഞിരിക്കുന്ന ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറഞ്ഞ മറഞ്ഞിരിക്കുന്ന ആ ചോദ്യം അതാണ്. അതെ 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 അപ്പോ അത് ഒരു വശത്തത് ശക്തിയാണ്, ഒരു വശത്തത് ബാധ്യതയും ആ ദൗർബല്യമാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ, ആ സംശയമൊന്നുമില്ല. ഈ പക്ഷെ മറുവശത്ത് ഇപ്പോൾ ഈ UDF-ന് വോട്ട് എന്തെല്ലാം പിടിക്കാൻ ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പം VD സതീശൻ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ടീം UDF ആണ് എന്നുള്ളതാണ്. അതൊരു ഉണ്ടാക്കിയെടുത്തൊരു അതെ സംഭവമാണ്. പക്ഷേ അവരുടെ അതെ അതെ നേതാക്കന്മാർ, അവരുടെ പ്രശ്നങ്ങൾ പലതുണ്ടെങ്കിലും അവരുടെ നേതാക്കന്മാർ മാറി മാറി രംഗത്ത് വരുന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഉണ്ട്. പക്ഷെ പരിധിവരെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നു. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഈ പിണറായി വിജയൻ പറ്റി പറയുന്നത് പോലെ തന്നെ അതിൽ ശക്തിയുമുണ്ട്, ദൗർബല്യമുണ്ട്. ദൗർബല്യമുണ്ട്. ദൗർബല്യം അതെ എന്താണ്? പിണറായി വിജയനോടൊപ്പം തലപ്പൊക്കമുള്ള, അത്രയും മേധാശക്തിയുള്ള, അത്രയും കരുത്ത് തെളിയിച്ച അതെ ഒരു നേതാവിന്റെ അഭാവം UDF-ൽ UDF-നുണ്ട്. ഉണ്ടായിരുന്നു. നിങ്ങൾ കരുണാകരന്റെ കാലത്തും ആന്റണിയുടെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഒക്കെ കേരളം മുഴുവൻ, സംസ്ഥാനം ആകെ വ്യാപിക്കുന്ന ഒരു ഒരു നേതൃത്വ
ഒരു ഒരു എന്താ പറയുക സമ്മതി അവർക്കുണ്ടായിരുന്നു. അതെ അതെ ഈ ഇപ്പോൾ ഇപ്പൊ കോൺഗ്രസിലെ UDF-ലെ സ്ഥിതി എന്തെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 5 പേരോളം ആൾക്കാരുടെ പരസ്പര ആഗ്രഹങ്ങൾ, പരസ്പരം മത്സരിക്കുന്ന അഭിലാഷങ്ങൾ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ക്രമേണ അതിൽ എല്ലാം കുറഞ്ഞു. തീർച്ചയായിട്ടും താരതമ്യേന ഈ അടുത്ത അവസാന കാലം ആകുമ്പോഴേക്കും VD സതീശൻ ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ട്. പക്ഷേ പിന്നോട്ട് പോയിരുന്നു, വീണ്ടും തിരിച്ചു വന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. തിരിച്ചു വന്നു. പക്ഷെ പിണറായി വിജയനെ പോലെ ഒരു പ്രൂവൺ ആയിട്ടുള്ള റെക്കോർഡ് സതീഷിന് ഇല്ല. പിണറായി വിജയൻ 17 വർഷം കൊണ്ട് പാർട്ടിയിലെ ഫാക്ഷണലിസം എല്ലാം അടിച്ചമർത്തി. എങ്ങനെയാണ് അടിച്ചമർത്തിയത് എന്നൊക്കെയുള്ള വേറൊരു പ്രശ്നം. പക്ഷെ അടിച്ചമർത്തി അദ്ദേഹം ഒരു വലിയ എന്താ പറയാ, അങ്ങനെ ഒരു ശക്തിയുള്ള, ആജ്ഞാശക്തിയുള്ള, മേധാശക്തിയുള്ള നേതാവാണെന്ന് അദ്ദേഹം 17 വർഷം കൊണ്ട് തെളിയിച്ചു. 10 വർഷത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തൂടെ അദ്ദേഹം ഇത് തന്നെ തെളിയിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ നേതാവ് തന്നെയാണ്, എനിക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടെങ്കിലും ഞാനൊരു നേതാവാണ്. ഇപ്പൊ VD സതീശന്റെ നേതൃത്വപരമായിട്ടുള്ള ഇത് കൂടുതലും നമ്മൾ ടെലിവിഷനിൽ കണ്ടുപരിചയിച്ചിട്ടേ ഉള്ളൂ. അത് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താനല്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു പൊസിഷനിൽ അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹം ഒരു MLA എത്രമാത്രം ആകർഷിച്ചിട്ടുണ്ട് നമുക്കറിയില്ല. മാസിനെ ആകർഷിക്കുന്ന മാത്രമല്ല, ഞാൻ പറഞ്ഞ ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു റെക്കോർഡ്, അതായത് ഞാൻ നയിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഡെലിവറി ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം ഒരു നേതൃസ്ഥാനത്ത് വന്നിട്ടില്ല. കാരണം പാർട്ടിയിൽ തന്നെ അദ്ദേഹം ഒരു രമേശ് ചെന്നിത്തലയുടെ മന്ത്രിയായിട്ടില്ല. പാർട്ടിയിൽ തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഈ ഒരു 5 വർഷം, ആ 5 വർഷം. അപ്പൊ തീർച്ചയായിട്ടും മറ്റേതൊരു നേതാവിനെക്കാട്ടിലും ഇന്നൊരു ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട് അദ്ദേഹം ഉയർന്നിട്ടുണ്ട്. ചില നിലപാടുകളിൽ അദ്ദേഹം വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് പിണറായി വിജയന്റെ ഒരു പ്രതിബിംബം എന്ന പോലെ തന്നെയുള്ള ഒരു വലിയ എന്താ പറയുന്ന ഒരു ആക്രമണോത്സുകമായിട്ടുള്ള ഒരു വലിയ ആധിപത്യപരമായിട്ടുള്ള ഒരു എനിക്ക് അതിലുള്ള കരുത്തുണ്ട് എന്ന് ചില സൂചനയുണ്ട്. വേണമെങ്കിൽ വിമർശകർക്ക് പിണറായിയോളം തന്നെ അഹങ്കാരം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു നേതാവായിട്ട് അദ്ദേഹം വളരുന്നുണ്ട്. പല ജനങ്ങൾക്കും അതൊക്കെ ഇഷ്ടമാണെന്ന് പിണറായി വിജയന്റെ ഈ സമ്മതിയിലൂടെ നമ്മൾ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോ ആ പാർട്ടിയിൽ തന്നെ പരസ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ നേതാക്കളുടെ താരതമ്യത്തിലും ഞാൻ കാണുന്നത് മഹാഭൂരിപക്ഷത്തിനും പിണറായി വിജയൻ ഒരു വലിയ അമിതാധികാരിയാണ് എന്നുള്ള ആരോപണം നേരിടുമ്പോഴും മറ്റ് UDF-ന്റെ മറ്റു നേതാക്കളെക്കാട്ടിലും കൂടുതൽ ഒരു ആജ്ഞാശക്തിയുള്ള, നയിക്കാൻ കരുത്തുള്ള ഒരു നേതാവാണ്, എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും എന്ന് തെളിയിച്ചു. അപ്പൊ നേതാക്കന്മാരുടെ താരതമ്യത്തിലും ഈ പിണറായി വിജയൻ ബഹുജന സാമാന്യത്തിനിടയിലെങ്കിലും കൂടുതൽ ഒരു പോയിന്റ് മുന്നിൽ നിന്ന് കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം നോക്കിയാൽ, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇന്നലെയും ഇന്നുമായ പ്രതികരണങ്ങളിൽ ഇപ്പൊ LDF-ന്റെയും UDF-ന്റെയും ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ, നേതാക്കന്മാർ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ UDF-ന്റെ നേതാക്കന്മാർ കൂടുതൽ കോൺഫിഡൻ്റായി സംസാരിക്കുന്ന പോലെ തന്നെ രണ്ടുപേരും ഏകദേശം അവകാശപ്പെടുന്നപ്പോൾ VD സതീശനാണ് ആദ്യം തൊട്ട് പറയുന്നത് 100 സീറ്റിലധികം നേടും, അധികാരത്തിൽ വന്നില്ലെങ്കിൽ 100 സീറ്റിലോളം കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് നേരത്തെ പറഞ്ഞു. ഇത് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നും ആവർത്തിക്കുകയാണ്. മറ്റുള്ള നേതാക്കന്മാരും അത് തന്നെ പറയുന്നു. അപ്പം പിണറായി വിജയനും CPM-ൻ്റെ നേതാക്കന്മാരും പറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടിയെന്ന് പറഞ്ഞാൽ 100 സീറ്റിലധികം കിട്ടുമെന്നാണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടരും 100 സീറ്റിലധികം കിട്ടുമെന്നുള്ളൊരു അവകാശവാദമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അല്ല, നമ്മളിപ്പോ ഇത് ശരിയാണ്. കാരണം കൂടുതൽ UDF നേതാക്കന്മാർക്കാണ് ഈ പോളിംഗിന് ശേഷം ഒരു എന്താ പറയുക, നമ്മുടെ ഈ മാധ്യമപ്രവർത്തകരുടെ സ്ഥിരം ഉപയോഗിക്കുക, അതൊരു ക്ലിഷയായി പോവുകയും ചെയ്ത ഒരു കാര്യമാണ് ഈ ശരീരഭാഷ എന്ന് പറയുന്നത്. ശരീരഭാഷ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും UDF നേതാക്കന്മാരുടെ ഒരു ആത്മവിശ്വാസം ഇടതുപക്ഷത്തെ കാണുന്നില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ അമിതമായ ആത്മവിശ്വാസമാണോ, യാഥാർത്ഥ്യബോധത്തോടെ ഉള്ളതാണോ എന്നുള്ളതൊന്നും ഒരു കൃത്യമായി നമുക്കതൊരു ശാസ്ത്രീയമായി അതൊന്നും ഒരു വിജയ സാധ്യതയുടെ സൂചനയായിട്ട് കാണാൻ കഴിയില്ല. നമ്മളിൽ നിന്നുള്ള, നമ്മുടെ മാധ്യമപ്രവർത്തകരിലുള്ള ഈ എന്താ പറയാ, ഈ പോപ്പുലർ സൈക്കോളജിസ്റ്റുകളുണ്ട്. അപ്പൊ പോപ്പുലർ സൈക്കോളജിസ്റ്റുകൾക്ക് തീർച്ചയായിട്ടും കാണാം. കാരണം ഇതിലൊരു വലിയ ആത്മവിശ്വാസം ഇങ്ങനെ ടെലിവിഷൻ സ്ക്രീനിലും പ്രകടമായിട്ടുണ്ട് എന്നുള്ളത് പറയാം. പക്ഷെ അതൊരു പരിമിതമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിനപ്പുറത്ത് അത് ഒന്നുമില്ല. യാഥാർത്ഥ്യമായിട്ട് ഇതിനൊക്കെ എത്ര ബന്ധമുണ്ടെന്നുള്ളതിനെ പറ്റി കൃത്യമായി അറിയില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഈ ഒരു മാസത്തെ
സസ്പെൻസ് ഒരു യഥാർത്ഥ സസ്പെൻസ് തന്നെയാണ്. ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോ ഈ പോളിംഗിന് ശേഷവും നിൽക്കുന്നത്. അല്ലാതെ വലിയ പ്രകടമായതും വലിയ പ്രാമാണികമായിട്ടുള്ള ഒരു തെളിവോ സൂചനയോ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, കാരണം നമ്മൾ പോളിംഗിന് മുമ്പുണ്ടായിരുന്ന ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെ പറ്റിയുള്ള നമ്മുടെ ഒരു നിഗമനത്തിനെ അടിസ്ഥാനപരമായി മാറ്റാൻ നിർബന്ധിക്കുന്ന, പ്രേരിപ്പിക്കുന്ന മറ്റു ഘടകങ്ങളൊന്നും ഞാനെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ പരിമിതമായ പരിമിതിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ UDF-ന്റെ ആത്മവിശ്വാസത്തിന്റെ മറുവശം നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാർ, പ്രത്യേകിച്ച് CPM-ഉം CPI ഒക്കെ അവരുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിലും ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് അവർ വിജയത്തെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ നൽകുന്നത്. അപ്പോൾ അവരുടെ കമ്മിറ്റികളൊക്കെ കൂടാനിരിക്കുന്നേ ഉള്ളൂ. കൂടാനിരിക്കുന്നുള്ളൂ. പക്ഷെ ഇടതുപക്ഷത്തിന്റെ അങ്ങനത്തെ കണക്കുകളെല്ലാം തെറ്റിപ്പോയ അതാണ് സമീപകാല ചരിത്രം. കാരണം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. നമുക്കൊക്കെ അറിയാവുന്ന പോലെ, ഈ പണ്ട് ഇപ്പൊ സുനിലിനും എനിക്കും ഒക്കെ അറിയാവുന്ന പോലെ മുമ്പൊക്കെ അവർക്ക് കൃത്യം കണക്കുകൾ ഉണ്ടായിരുന്നു. ആരൊക്കെ അവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്തു, ഏത് സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് ചെയ്യും എന്നൊക്കെ. ഇന്ന് നമ്മൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് ആ കാലത്ത് നമ്മുടെ കൂടുതൽ ഒരു കൃത്യമായ 2-3 കാര്യമുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഈ മധ്യവർഗത്തിന്റെ വളർച്ച, അരാഷ്ട്രീയ വാദികളുടെയും അല്ലെങ്കിൽ അരാഷ്ട്രീയ നിലപാടുകളുള്ളവരുടെയും അല്ലെങ്കിൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചായാനുള്ളവരുടെ എണ്ണം കേരളത്തിൽ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അവര് പല തീരുമാനം എടുക്കുന്നത് പലരും അവസാന നിമിഷത്തിലായിരിക്കാം, പിന്നെ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുണ്ടായിരിക്കുന്ന അവരുടെ ചില തോന്നലുകൾ ഉണ്ടായിരിക്കും. ഇതൊരു പിടികൊടുക്കുന്നതല്ല അവരുടെ തീരുമാനങ്ങൾ. അതാണ് പ്രത്യയശാസ്ത്രങ്ങളുടെ കാലം ഒക്കെ ദുർബലമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും ഒക്കെയുള്ള നിലപാടുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി അതൊക്കെ എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഇടതുപക്ഷത്തിനുള്ളിൽ പോലും ഉണ്ടായിരിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിലും ഉണ്ടിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഈ BJP ചേരാൻ പോലും മടിക്കാത്ത ഒരു സെക്യുലർ രാഷ്ട്രീയ പ്രവർത്തകർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല മുമ്പൊന്നും. ഇപ്പോ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ കരുണാകരന്റെ മോളും ആന്റണിയുടെ മോനും ഉമ്മൻചാണ്ടിയുടെ മരുമകനും KPCCയുടെ പ്രസിഡന്റിന്റെ അനിയനും ഒക്കെ പോയെങ്കിൽ ഇപ്പുറത്ത് എന്താ കാണുന്നത്? ഇപ്പുറത്ത് വലിയ MLA-മാരായിരുന്ന CPI-യുടെയും CPM-ന്റെയും 2 MLA-മാര് വളരെ ഒരു പ്രയാസവും ഇല്ലാതെ അവര് BJP ചേർന്ന് മത്സരിക്കുന്നു. അതെ, അവര് മത്സരിച്ച് അപ്പുറത്ത് പോകുന്നു. G. സുധാകരനെ പോലെയുള്ള ഒരാള്, അദ്ദേഹത്തിന്റെ അനിയന്റെ രക്തസാക്ഷിത്വം പോലും കുറിച്ചും പുതിയ ചില നിലപാടുകൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അതായത് ഇത്രയും CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവ്, അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ വാസ്തവത്തിൽ അത്ഭുതകരമാണ്. ഒരു അതെനിക്ക് തോന്നുന്നു ഒരു പുതിയ കാലത്തിന്റെ സ്വഭാവമാണ്. അത് നമ്മുടെ ഈ സമൂഹത്തിൽ കാണുന്ന, നമ്മുടെ സമൂഹത്തിന്റെ സൃഷ്ടികളാണല്ലോ ഈ നേതാക്കന്മാരും. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഈ ഒരു പോസ്റ്റ് ഐഡിയോളജി ഫേസ് ഉണ്ട്, പ്രത്യയശാസ്ത്രാനന്തര കാലം, സത്യാനന്തര കാലം പോലെ. ആ കാലത്താണ് നമ്മൾ. ആർക്കും എങ്ങോട്ടും മാറാം. അതുകൊണ്ട് തന്നെ ഈ വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരെ വോട്ട് ചെയ്യുന്ന തീരുമാനങ്ങളൊക്കെ അപ്പോൾ എടുക്കുന്ന നേതാക്കന്മാർക്ക് അഭിപ്രായം മാറ്റാമെന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയം മാറാമെന്നുണ്ടെങ്കിൽ പിന്നെ അണികൾക്കും വോട്ടർമാർക്കും മാറുന്നതിൽ ഒരു പ്രശ്നമില്ലല്ലോ. ആർക്ക് വേണമെങ്കിലും മാറാം. ഇന്നിപ്പോ 5-6 MLA-മാർ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ പോലുള്ള ജില്ലകളിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സ്ഥാനാർത്ഥികളായി രംഗത്ത് വന്നു. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ വ്യക്തികളുടെ മാത്രമല്ല, മാറ്റം കൂടെയാണ്. അതെ. മറ്റൊന്ന്, നമ്മൾ BJP-യെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ BJP ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ശക്തി തന്നെയാണ്. അപ്പോൾ അവർ ഇന്ന് പറഞ്ഞത് 2 സീറ്റുകൾ ഉറപ്പാണ്, നിയമവും കഴക്കൂട്ടവും ഉറപ്പാണ്, കൂടുതൽ സീറ്റുകൾ 5 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുണ്ടെന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. അപ്പം നിയമവും കഴക്കൂട്ടവും MGR ഇരിക്കുന്ന സ്ഥലം തന്നെയാണ്. അതെ. BJP-ക്ക് സാധ്യത തീർച്ചയായിട്ടും ഉള്ള സീറ്റുകളാണ് ഇതെല്ലാം. BJP എവിടെയെങ്കിലുമൊക്കെ ജയിക്കുമെങ്കിൽ അതിന്റെ സാധ്യത അവരിപ്പോ നമുക്കറിയാവുന്ന പോലെ 2024 ഏതാണ്ട് 11 ഇടങ്ങളിലോ 10 ഇടങ്ങളിലോ മറ്റോ 1-ാം സ്ഥാനത്ത് വന്നു അസംബ്ലി നിയമസഭാ മണ്ഡലങ്ങളിൽ. അപ്പോ അതുകൊണ്ട് തന്നെ അവരുടെ ഇത്തവണത്തെ മത്സര രീതിയും വാസ്തവത്തിൽ അത് തിരിച്ചറിഞ്ഞ് അതിനെ കൂടുതൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലായിരുന്നു എന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്. കാരണം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അവര് കേരളം മുഴുവൻ ഒരുപോലെ മത്സരിക്കുക അതിനുവേണ്ടി. അപ്പൊ അതിന് പകരം അതൊരു ബുദ്ധിപൂർവമായ ഒരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവർക്ക് ശക്തിയുള്ള ഇടങ്ങളിൽ അവർ
കേന്ദ്രീകരിക്കുക എന്നുള്ള ഒരു പുതിയ, അതുകൊണ്ടാണ് പല അത്ഭുതകരമായ തീരുമാനങ്ങളും കണ്ടത്. ഇപ്പോ ശബരിമലയുടെ മണ്ഡലങ്ങളിൽ പോലും അവര് 2020 ആൾക്കാരെ PDJS ഇങ്ങനെ വളരെ ദുർബലരായിട്ട് തൃപ്പൂണിത്തുറ കണ്ടു, കോന്നിയിൽ കണ്ടു, ഇങ്ങനെ. അപ്പൊ അതവര് മനഃപൂർവ്വം, അതൊക്കെ അവരുടെ കുറച്ച് ശക്തിയുള്ള മണ്ഡലങ്ങളാണെന്ന് പറയുമ്പോഴും ഈ ഒരു 10 മണ്ഡലങ്ങളിലാണ് അവർ വളരെയധികം ഫോക്കസ് ചെയ്തത്. അതിൽ തന്നെ ഈ നേരത്തെ പറഞ്ഞാൽ തിരുവനന്തപുരത്തെ 3 മണ്ഡലങ്ങളിലും 4 മണ്ഡലങ്ങളിലും പാലക്കാടും ഇങ്ങനെ ചാത്തന്നൂരും ഒക്കെയാണ് അവർ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഈ അവസാനം അവർ ജയിക്കുമോ ഇല്ലയോ എന്ന് പറയുന്ന കാര്യം ഇപ്പോഴും ഉറപ്പില്ലെങ്കിലും ഒരു പക്ഷേ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അവരുടെ A ക്ലാസ് മണ്ഡലം, അപ്പൊ അവർക്ക് പണം കൊണ്ട് അവർ വളരെ ശക്തരായിരുന്നു, മതം കൊണ്ട് അവർ ശക്തരായി. പിന്നെ അവർക്ക് ആകെ ഉണ്ടായിരിക്കുന്ന ഒരു ദൗർബല്യം, അവർക്ക് ഉണ്ടായിരുന്ന മൈനോറിറ്റീസിൽ ക്രിസ്ത്യാനികളുടെ സിറിയൻ ക്രിസ്ത്യൻസിലെ ഒരു വിഭാഗം അവരെ സപ്പോർട്ട് ചെയ്തത് ഇത്തവണ അത് ഉണ്ടാവുമോ എന്നുള്ളത് പല സ്ഥലങ്ങളിലും വന്നതിന് ശേഷം വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. FCRAക്ക് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, FCRA ആയിരുന്നു അതിന്റെ ഏറ്റവും ക്ലൈമാക്സ്. FCRA ആയി. അതിനു മുമ്പ് അവര് എറണാകുളത്ത് മറ്റേ വഖഫ് ഭൂമി പ്രശ്നത്തിൽ അവർ BJP ഒരുപാട് BJPയിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിച്ചവരാണ്. 50 കുടുംബങ്ങള് അവിടുന്ന് പോയി അവര് ഇവിടെ പാർട്ടി ചേർന്ന് BJP ചേരുവൊക്കെ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് അവർക്ക് അതുകൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല. പിന്നെ ഈ മറ്റു സ്ഥലങ്ങളിലുള്ള മൈനോറിറ്റീസിനെതിരായ ക്രിസ്ത്യൻ മൈനോറിറ്റീസിനും കന്യാസ്ത്രീകൾക്കും എതിരായിട്ടുള്ള ആക്രമണമുണ്ട്. പിന്നെ അതിനൊക്കെ പുറമെ ഇന്ന് PC ജോർജ് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, അതായത് കരുനാഗപ്പള്ളി ബിഷപ്പ് മെത്രാൻ ഓപ്പൺ ആയിട്ട് തന്നെ എല്ലാ UDF നോട്ട് ചെയ്യണം എന്ന് വളരെ ശക്തമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അപ്പോ ഈ കരുനാഗപ്പള്ളി, പാല ഈ ഭാഗങ്ങളിലൊക്കെയുള്ള കത്തോലിക്കരുടെ ഇടയിൽ, സിറിയൻ കത്തോലിക്കരുടെ ഇടയിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടായെങ്കിൽ, മുമ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒക്കെ തിരിച്ചു പിടിക്കാൻ അവർ കോൺഗ്രസും സഭയും കാര്യമായി ശ്രമിച്ചിട്ടുണ്ട്. സഭ ഇതിനു മുമ്പ് തന്നെ പല സഭാ നേതാക്കന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊരു അവരെ സംബന്ധിച്ചുള്ള കാരണം അവർ 19% നിന്ന് അവർ 15%-ലേക്ക് ലോക്കൽ ബോഡീസിൽ വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ക്രിസ്ത്യൻ വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് 20% അവകാശപ്പെടുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20% സംശയമാണ്. 20% വരുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം ഈ 15-ൽ നിന്നുള്ള അവരുടെ ചാട്ടത്തിനെ സഹായിച്ചതാണ് ഈ തൃശ്ശൂരുണ്ടായ വിജയവും മറ്റേ പല സ്ഥലങ്ങളിലും ഉണ്ടായ 2024-ല്. അതിനെ സഹായിച്ച ആ 5% ഒരുപക്ഷെ 17-ലും 18-ലും ഒക്കെ വന്ന് നിൽക്കാം. അങ്ങനെയാണെങ്കിൽ അത് ആരെ സഹായിക്കും എന്നുള്ളത് ഒരു വലിയ ഇഷ്യൂ ആണ് തന്നെ. അതെ. വേറെ കാര്യം, NDA നേടുന്ന വോട്ടുകൾ ഇപ്പം പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും ഈ BDJSനും 2020-ക്കാണ് അവർ കൂടുതൽ സീറ്റുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വോട്ടുകൾ, ഇവർക്ക് നേരത്തെ കിട്ടിയിരുന്ന വോട്ടുകൾ ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായി ഷിഫ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എതിരായി ഷിഫ്റ്റ് ചെയ്യുകയോ എന്നുള്ളൊരു പ്രശ്നം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചേക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം നമ്മൾ മൊത്തം അതായത് 2006 മുതൽ 2025 വരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ ഈ BJPയുടെ വളർച്ച ഏറ്റവും കൂടുതൽ മൊത്തം ബാധിച്ചത് UDFനെ തന്നെയാണ്. കാരണം പക്ഷെ അതേ സമയത്ത് നമ്മൾ 2024 മുതൽ കാണുന്ന ഈ പുതിയ പ്രവണത ഇടതുപക്ഷത്തിന്റെ ഹിന്ദു വോട്ടുകളിലും ആക്രമണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോ കാരണം വലിയ നഷ്ടം UDFന് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ കോൺഗ്രസിലെ സവർണ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ട്, ഹിന്ദു, ഇപ്പോൾ ഈ പിന്നോക്ക വിഭാഗങ്ങളിലുള്ള വോട്ടും അവർക്ക് ആകർഷിക്കാൻ ആരംഭിച്ചു എന്നുള്ളത് ഇടതുപക്ഷത്തിനെ ദുർബലപ്പെടുത്തുന്നുണ്ട്. ഇനിയും ഭാവിയിൽ അത് വർദ്ധിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിനെ കാര്യമായി ബാധിക്കും, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതുവരെ ഉള്ള ആ ട്രെൻഡിൽ ഏറ്റവും നഷ്ടമുണ്ടായിട്ടുള്ള UDFനെയാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതൊരു ഭരണവിരുദ്ധ വോട്ടിനെ ശിഥിലമാക്കുന്നു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് നഷ്ടമുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനെ മറികടന്ന് ഈ ഭരണവിരുദ്ധ വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിലേക്കാണ് ഏത് ഫാക്ടറാണ് കൂടുതൽ ബലം എന്നുള്ളത് നമ്മൾ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടാം ഘട്ടത്തിൽ BJPയുടെ വളർച്ച ഇടതുപക്ഷത്തെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും ആകെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് UDFനെയാണ്. ഇടതുപക്ഷത്തിലേക്ക് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു.
മൂന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വോട്ടിനെ രണ്ടാക്കിയാൽ അതിന്റെ ഫലം ആർക്കാണ് എന്നൊക്കെ ഉള്ളത് കാരണം അതൊരു സ്വല്പം സങ്കീർണമാണ്. അതുകൊണ്ട് ബി.ജെ.പിയുടെ വളർച്ച ഇടതുപക്ഷത്തെ മാത്രമാണ് അല്ലെങ്കിൽ UDF-നെ മാത്രമാണ് എന്ന് പറയാൻ ഇപ്പൊ കഴിയാത്ത രീതിയിലൊരു അവസ്ഥയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഈ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. കാരണം എന്താ വെച്ചാൽ ഈ LDF-നെയും UDF-നെയും സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇത്തവണ അധികാരം നഷ്ടപ്പെട്ടാൽ ഇന്ത്യയിൽ ദേശീയ തലത്തിൽ ഒരു സംസ്ഥാനത്ത് പോലും അധികാരമില്ലാത്ത പാർട്ടിയായി ശക്തിയായി ഇടതുപക്ഷം മാറും എന്നുള്ള പ്രശ്നമുണ്ട്. UDF-നെ സംബന്ധിച്ച് അധികാരം കിട്ടിയില്ലെങ്കിൽ, ഇത്തവണ അധികാരം കിട്ടിയില്ല എങ്കിൽ ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ കർണാടകത്തിലും തെലങ്കാനയിലും അധികാരമുണ്ട്. പക്ഷേ വരും കാലത്ത് അവർക്ക് വലിയ തിരിച്ചടികൾ നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും. മാത്രമല്ല UDF എന്ന സംവിധാനത്തിൻ്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നമായി മാറാൻ സാധ്യത, അതിൻ്റെ മുന്നോട്ട് പോക്ക് തന്നെ പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ BJP ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള സീറ്റുകൾ നേടുമോ എന്നുള്ളത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു സംഗതിയാണ്. രാഷ്ട്രീയത്തെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ സംബന്ധിച്ചും അതിൻ്റെ മതേതരവും ജനാധിപത്യപരമായ നിലനിൽപ്പിനെ സംബന്ധിച്ചുമൊക്കെ വളരെ നിർണായകമായൊരു സംഗതിയാണ്. ആ നിലയിൽ അതീവ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. നമുക്കിതിൻ്റെ ഫലം, ആരാണ് അധികാരത്തിലേക്ക് വരാൻ പോകുന്നത്, ആരാണ് പ്രതിപക്ഷത്തിരിക്കാൻ പോകുന്നത്, BJPക്ക് വോട്ട് ലഭിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ, സീറ്റ് ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയണമെങ്കിൽ നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. അതുവരെ നമുക്ക് ഇത്തരം കണക്കുകൂട്ടലുകളും കിഴിക്കലുകളുമായി കടന്നു പോകാനേ നമുക്ക് കഴിയുകയുള്ളൂ. നന്ദി ശ്രീ MG രാധാകൃഷ്ണൻ. നമുക്ക് അവസാനിപ്പിക്കാം.